ബുക്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ബുക്കൊക്കെ ബാക്കിയുള്ള പേജ് ഉണ്ടാവുമല്ലോ, അതെടുത്തുകൊണ്ട് വരും. നമുക്ക് കുറച്ച് ഒരു മിനി ബുക്ക് ഉണ്ടാക്കാം. അത് നമുക്ക് ബാക്ക് ടു സ്കൂളിൽ യൂസ് ആക്കാം. അതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ അടുത്ത് കുറേ ഉണ്ട് പേപ്പർ. ഇനി ഇതിങ്ങനെ മടക്കിയിട്ട് നമ്മൾ എത്ര വലിപ്പം വേണോ അത്ര അനുസരിച്ച് എടുക്കുക. അപ്പം ഞാനിതാ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നിങ്ങളും കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് കറക്റ്റാക്കി ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതാ ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് കറക്റ്റായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് ഇത് ക്ലിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് പോകാതിരിക്കാനാണ്. ഇനി നമുക്ക് ഈ ഗ്ലൂ ഒന്ന് അപ്ലൈ ആക്കി കൊടുക്കണം. അപ്പോൾ ഇതാ നമുക്ക് പശ ഇവിടെ ഇങ്ങനെ അപ്ലൈ ആക്കി കൊടുക്കാം. ഇനി നമുക്കിവിടെ അപ്ലൈ ചെയ്ത് ഒന്ന് 2 മിനിറ്റ് ഒന്ന് ഉണക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ അത് ഉണങ്ങി വരുമ്പോഴത്തേനും നമുക്ക് കവർ പേജ് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു പേജിൻ്റെ സൈസിൽ കുറച്ച് വലുതാക്കി കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ കവർ പേജ് ഞാൻ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ എടുക്കുന്നത് ഏതാണെന്ന് നോക്കട്ടെ. അപ്പോൾ ഞാനിതിൽ വൈറ്റും ഗ്രിഡ് ലൈനാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കാൻ പോണത്. വൈറ്റും റെഡുമാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഇതാ നമുക്ക് രണ്ടും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ജസ്റ്റ് ഒരു പൊട്ടിച്ചിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒരു ഉറ്റ് മതി കേട്ടോ. ഇതാ കണ്ടോ, ഇതിൻ്റെ ഒരു ഉറ്റ് ഇത്ര മതി. പിന്നെ ഇത് നമുക്ക് രണ്ടാം മൂടി വെക്കാം. അപ്പം ഇതാ ഈ ഒരു കളറാണ് ഞാനിപ്പോൾ ഇവിടെ ഗ്രിഡ് ലൈനായി കൊടുക്കാൻ പോണത്. ഇതാ കണ്ടോ, ഗ്രിഡ് ലൈനായി ഫസ്റ്റ് ഒരു വര വരച്ചെടുക്കുക. അപ്പം നമുക്കിനി ഗ്രിഡ് ലൈൻ ഫുള്ള് വരച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ എന്തൊക്കെ കാട്ടി ഈ ഒരു ഗ്രിഡ് ലൈനായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ഔട്ട് ലൈനും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ഉണക്കാൻ വെച്ചത് നമുക്കിത് എടുക്കാം കേട്ടോ. അത് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരെ നമ്മുടെ ബുക്കിൻ്റെ ഉള്ളിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതവിടെ ഇങ്ങനെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളിവിടെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മളെ പേജ് ഇതാ ഇവിടെ ഒന്ന് ഒട്ടാണ്ട് കേട്ടോ. അത് ഒട്ടിയിട്ട് എന്താ ഇപ്പോൾ ശരിയായി. ഇതാ കുറേ പേജ് ഉണ്ട് കേട്ടോ നമുക്ക്. ഇനി നമുക്ക് ഒന്നും കൂടെ ക്യൂട്ടാക്കാൻ ഇന്നലെ ഉണ്ടാക്കിയ സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഇതാ ഇന്നലെ ഉണ്ടാക്കിയ ഒരു സ്റ്റിക്കറും കൂടെ നമ്മൾ ഇതിന് ഒട്ടിച്ചു കൊടുക്കണം. കയ്യുമ്മലൊക്കെ ആകെ പെയിൻ്റ് അയക്കണം കേട്ടോ, അതൊന്നും ക്ഷമിക്കണം. ഇതാ കണ്ടോ, നമ്മളിത് പീൽ ചെയ്തെടുത്തു. ഇനി നമുക്ക് നേരെ ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു കോർണറിലായിട്ട് ഇതാ കണ്ടോ. ഇനി ഒരു സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഹേർട്ട് ഷേപ്പാണ്, നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയത് തന്നെയാണ്. ഇതാ പീൽ ചെയ്തെടുത്തു. ഇനി നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ മിനി നോട്ട്ബുക്കിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ എന്താ വേണ്ട കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ, അസ്സലാമു അലൈക്കും.